ഗൈസ്, നമുക്കിന്ന് കർക്കിടകം സ്പെഷ്യൽ കൊടങ്ങലപ്പം ഉണ്ടാക്കാം. ഞങ്ങളെല്ലാ കർക്കിടകത്തിലും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനായി മുറി ശർക്കര പാനിയാക്കി എടുക്കാം. ഇതാണ് നമ്മുടെ കൊടങ്ങൽ. ഇപ്പോൾ ഇത് വളരെ റെയറായിട്ട് കിട്ടാറുണ്ട്. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. കൊടങ്ങലില നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അരി വെള്ളത്തിലിട്ട് കുതിർത്തത് വെള്ളം മാറ്റിയെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒരു നാഴി പച്ചരിയാണ് എടുത്തേക്കുന്നത്. അരമുറി ശർക്കര ചെറുതായിട്ട് തിളവ് വന്നിട്ടുണ്ട്. ഇപ്പം നല്ലവണ്ണം മഴയും പെയ്യുന്നുണ്ട്. ഇതിലേക്ക് ചെറിയ ജീരകവും 3 ഏലക്കയും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ശർക്കരപ്പാനി നല്ല തിളച്ച് റെഡി ആയിട്ടുണ്ട്. കുറച്ച് ശർക്കരപ്പാനി ഉണ്ടായിരുന്നത് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്തോ തേങ്ങ ചിരകിയതോ ഇതിലേക്ക് ഇടാം. അതിനുശേഷം ഉരുക്കി വെച്ചേക്കുന്ന ശർക്കരപ്പാനി അരിച്ചൊഴിച്ചു കൊടുക്കുക. ഇതുപോലെ എന്നിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന ഇതിലേക്ക് ഉണ്ടെങ്കിൽ കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എണ്ണ ഒന്ന് ചൂടായി വരണം. ഇത് നമ്മൾ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എണ്ണ ചൂടായി വന്നതിന് ശേഷം നമ്മുടെ ഈ കൂട്ട് കുറച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ നെയ്യപ്പമൊക്കെ ഒഴിക്കാറില്ല, അതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കറക്റ്റ് നെയ്യപ്പം പോലെ തന്നെ പൊങ്ങി വരും. ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് 2 സൈഡും വേവിച്ചെടുക്കാം. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.